ഈ മാസം 2-ാം തീയതി ചുണ്ടേൽ എസ്റ്റേറ്റ് റോഡിലുണ്ടായ അപകടത്തിലാണ് ചുണ്ടേൽ കാപ്പംകുന്ന് സ്വദേശി നവാസ് കൊല്ലപ്പെട്ടത്. നവാസിനോടുള്ള വ്യക്തിവൈരാഗ്യം മൂലമായിരുന്നു കൊലപാതകം. ഓട്ടോറിക്ഷയിൽ നവാസ് കയറിപ്പോകുന്ന കാര്യം സുജിൻ ഷാദ് സഹോദരനായ സുമിൻ ഷാദിനെ വിളിച്ചറിയിക്കുകയും റോഡരികിൽ കാത്തിരിക്കുകയായിരുന്ന സുമിൻ ഷാദ് ഓട്ടോറിക്ഷ ഇടിച്ചു തെറിപ്പിക്കുകയുമായിരുന്നു. ഇരുവരുടെയും മൊഴിയുടെയും CCTV അടക്കമുള്ള മറ്റു തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് അപകടം കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണെന്ന് വ്യക്തമായത്. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗത്ത് പോയിട്ട് നോക്കുന്ന സമയത്ത് അതിലൊരു അസ്വാഭാവികത തോന്നി ആക്സിഡന്റ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ച സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ ഈ വൈത്തിരിയിലെ ഈ ചുണ്ട ഭാഗത്ത് ഒരു ഹോട്ടൽ കച്ചവടം നടത്തുന്ന ഒരു ടീമുമായിട്ട് ഒരു പേഴ്സണൽ എനിമിറ്റി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ യാത്ര ചെയ്ത ആള് ഒരു നമ്മുടെ വിശ്വസിക്കുന്ന ഒരു കൂടോത്രം പോലെ ഒരു സാധനം കൊണ്ടുവച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്കൊരു എനിമിറ്റി വന്നു. പേഴ്സണൽ എനിമിറ്റിന്റെ മുകളിൽ രണ്ടുപേര് ജ്യേഷ്ഠനമനിയനും അപ്പുറം നിന്നിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ട് ആക്സിഡന്റ് നടത്തിയിട്ട് കൊലപ്പെടുത്തിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. സുമിൻ ഷാദ് റോഡരികിൽ ഥാറിൽ കാത്തു നിൽക്കുന്നതും പിന്നീട് ഫോൺ വന്നപ്പോൾ വേഗത്തിൽ പോകുന്നത് കണ്ടതായും സമീപത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർ പറഞ്ഞിരുന്നു. ഇക്കാര്യം വ്യക്തമാകുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. കുറച്ചുകാലമായി നവാസിനോട് പ്രതികൾക്ക് വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം ഇവരുടെ ഹോട്ടലിന് മുൻപിൽ ആഭിചാരക്രിയ നടത്തിയത് നവാസ് ആണെന്ന് ഉറപ്പിച്ചാണ് ഇയാളെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്നും പോലീസ് പറയുന്നു. ചെറുതായിട്ട് ഫാമിലി ഇഷ്യൂ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗ്രഡ്ജ് ഉണ്ടായിരുന്നു. പക്ഷേ മെയിനായിട്ടുള്ള ഇഷ്യൂ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കടകൾ തമ്മിലല്ല, അവർ തമ്മിലുള്ള പേഴ്സണൽ എനിമിറ്റിയാണ്. അത് മറ്റാൾ രണ്ടുപേരും അറിഞ്ഞിട്ട് ഇൻഫർമേഷൻ കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടാണ് ഒരാൾ അപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്. അതില്ല, എങ്ങനെയായാലും ആ പ്രഷർ വന്നു കഴിഞ്ഞാൽ പൊട്ടുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ തിയററ്റിക്കലി പറയാൻ ആളല്ല, എങ്കിലും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഒരാളെ എഴുതുന്നുണ്ട്. അതിൽ ഇത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ള രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ വരുന്നുള്ളൂ. അത് നമുക്ക് അന്നേരം മാത്രമേ ഇൻഫർമേഷൻ പറയാം. ഇപ്പൊ അത്രേ മനസ്സിലായിട്ടുള്ളൂ. ബാക്കി അന്വേഷണം നടക്കുന്നു. ഇല്ല, വിളിച്ചു വരുത്തിയതായിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. അതെ, പോകുന്ന മൂവ്മെന്റ് വാച്ച് ചെയ്ത് നിൽക്കണ്ടായിരുന്നു. മൂവ്മെന്റ് കൊടുത്ത് ഇൻഫർമേഷൻ കൊടുത്താണ് മനസ്സിലാവുന്നുണ്ട്. ഇല്ല, അത് റീസെന്റ് ആയിട്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടായത് അതിന്റെ ഭാഗമായിട്ടുള്ള എനിമിറ്റി ആണെന്നാണ് മനസ്സിലാവുന്നത്. കൊലപാതകത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നും കൽപ്പറ്റ DYSP ബിജുരാജ് വ്യക്തമാക്കി. സീ മലയാളം ന്യൂസ്, വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.